ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ലക്ഷ്യങ്ങൾ ആണ് ഉള്ളത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40ഓളം മണ്ഡലങ്ങളിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യും. 36 മുതൽ 40 വരെ മണ്ഡലങ്ങളിൽ ആയിരിക്കും ബിജെപിയുടെ ഫോക്കസ്. അതോടൊപ്പം തന്നെ 14 മണ്ഡലങ്ങളിൽ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. ഇതിനിടയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒരിക്കൽ കൂടി അടുപ്പിച്ചു നിർത്തുക, ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഉള്ള കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക, അത്തരം നീക്കങ്ങൾ തുടർന്നുകൊണ്ട് ഇരിക്കുക തന്നെയാണ്. അതിനിടയിലായിരുന്നു ഇടത് സഹയാത്രികൻ ആയിട്ടുള്ള ചാനൽ ചർച്ചകളിലടക്കം പലപ്പോഴും CPIഎമ്മിന് വേണ്ടി പ്രതിരോധം തീർത്തിരുന്ന CPIഎം എന്ന രാഷ്ട്രീയ സംഘടന അവരുടെ പ്രതിനിധികളെ ഉൾപ്പെടെ ചില ചർച്ചകൾക്ക് വേണ്ടി ടെലിവിഷൻ ചാനലുകൾക്ക് അനുവദിച്ചു നൽകാറില്ല. അപ്പോൾ പോലും CPIഎം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൃത്യമായി വാളും പരിചയം എടുത്ത് ഇറങ്ങുന്ന ആളായിരുന്നു റെജി ലൂക്കോസ്. ആ റെജി ലൂക്കോസ് ആണ് എല്ലാ ഇടത് കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം BJPയിൽ അംഗമായത്. ഇപ്പോഴിതാ നമ്മൾ പ്രേക്ഷകരോട് പറയുന്നത് റെജി ലൂക്കോസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകും എന്നത് തന്നെയാണ്. അതാണ് പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവെക്കാനുള്ള മറ്റൊരു വാർത്ത. ഈ റെജി ലൂക്കോസ് ഇത്തവണ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് BJPയുടെ ഭാഗമായത്. BJPയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു പിക്ക് എന്ന് തന്നെ പറയാം. കാരണം ഈ CPIഎം കേന്ദ്രങ്ങൾ, അദ്ദേഹം പാർട്ടി മെമ്പറല്ല, ഏതെങ്കിലും പദവികളിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും പാർട്ടിയുടെ ഔദ്യോഗിക വേദികളിൽ അടക്കം അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതെന്തുകൊണ്ട് എന്നതിൻ്റെ ഒരു വിശദീകരണം KP അനിൽകുമാർ നൽകുന്ന സാഹചര്യമുണ്ട്. CPIഎം നേതാവ് എങ്ങനെയാണ് ഈ 2021 വേദിയിലേക്ക് എത്തിയത്, അതൊരു സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അനിൽകുമാർ പറഞ്ഞ സാഹചര്യമുണ്ട്. എന്തായാലും അനിൽകുമാറിൻ്റെ ആ പ്രതികരണം അവിടെ നിൽക്കുമ്പോൾ പോലും ഇടത് സൈബർ ഇടങ്ങൾ ഉൾപ്പെടെ ഇടത് അനുഭാവികൾ ഉൾപ്പെടെ റെജി ലൂക്കോസ് നടത്തുന്ന ചാനൽ ചർച്ചകളിലെ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ തൊടുക്കുന്ന അമ്പുകൾ, ഇതെല്ലാം കൃത്യമായി പ്രചരിപ്പിച്ചിരുന്നു എന്നത് വസ്തുത തന്നെയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് റെജി ലൂക്കോസ് BJPയിലേക്ക് എത്തുമ്പോൾ റെജി ലൂക്കോസിനെ സ്ഥാനാർത്ഥിയാക്കുക എന്നതിലേക്ക് പോകുന്നത്. അവിടെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആണ് റെജി ലൂക്കോസിന്റെ സാധ്യത എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കടുത്തുരുത്തിയിലോ ഏറ്റുമാനൂരിലോ റെജി ലൂക്കോസ് മത്സരിച്ചേക്കും എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട മത്സരം നടന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു. മോൻസ് ജോസഫ് ആണ് 2021 പോരാട്ടത്തിൽ വിജയിച്ചു കയറിയത്. 59,000-ലധികം വോട്ടുകൾ നേടിക്കൊണ്ടായിരുന്നു മോൻസിന്റെ വിജയം. സ്റ്റീഫൻ ജോർജ് ആണ് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. 55,410 വോട്ടുകൾ ആണ് അവിടെ നേടാൻ സാധിച്ചത്. ലിജിൻ ലാൽ ആയിരുന്നു NDAയുടെ സ്ഥാനാർത്ഥി എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ NDAക്ക് കാര്യമായ സ്വാധീനമൊന്നും ചെലുത്താൻ സാധിച്ചിരുന്നില്ല എന്നത് ഈ വോട്ട് വിഹിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അവിടെയാണ് ഈ കടുത്തുരുത്തി പോലെയുള്ള ഒരു മണ്ഡലത്തിലേക്ക് റെജി ലൂക്കോസിനെ എത്തിക്കുമോ എന്നതിൽ നമുക്ക് സംശയമുള്ളത്. എന്തായാലും കടുത്തുരുത്തിയിലെ 2025 നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം കൂടി ഒന്ന് പരിശോധിച്ചു പോകേണ്ടതുണ്ട്. അവിടെ ചില വോട്ട് വ്യത്യാസങ്ങൾ നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും. UDFന്റെ വോട്ട് വിഹിതം എന്നത് 55,000-ന് ഒപ്പം 55,000-ന് മുകളിലാണ് എങ്കിൽ LDFന് 53,466, NDAയുടെ വോട്ട് വിഹിതം 11,000 എന്നതിൽ നിന്ന് 20,000-ന് അടുത്തേക്ക് എത്തുന്നു. UDFന് കൃത്യമായി മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. ഇവിടെയാണ് കടുത്തുരുത്തി പരിഗണനയിലേക്ക് വരുന്നത്. നമ്മൾ അടുത്ത മണ്ഡലത്തിന്റെ ചിത്രവും അവിടുത്തെ വിശദാംശങ്ങളിലേക്കും വരുന്നതിന് മുമ്പ് കടുത്തുരുത്തിയിലുള്ള ഒരു സാധ്യത എന്ത് എന്നതായിരിക്കും ശ്രീജിത്ത് നൽകാൻ പോകുന്ന വിവരം. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകൾ മാറ്റുരയ്ക്കുന്ന കടുത്തുരുത്തിയാണ്. ആ കടുത്തുരുത്തിയിലേക്ക് എന്തുകൊണ്ട് റെജി ലൂക്കോസിനെ പോലെ ഒരാൾ പരിഗണിക്കപ്പെടുന്നു? ഒരു പക്ഷേ കടുത്തുരുത്തി അല്ല എങ്കിൽ ഏറ്റുമാനൂർ എന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, 2 മണ്ഡലങ്ങൾ, നമുക്ക് രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് വരുന്നതിന് മുമ്പ് കടുത്തുരുത്തിയിൽ അങ്ങനെ റെജി ലൂക്കോസിനെ പോലെ ഒരാളെ മത്സരിപ്പിച്ചാൽ BJPക്ക് വോട്ട് വിഹിതം ഉയർത്താൻ പറ്റുന്ന പശ്ചാത്തലമാണോ ഉള്ളത്? അങ്ങനെ ഒരു പ്രതീക്ഷയാണ് BJPയെ സംബന്ധിച്ചുള്ളത്. പ്രത്യേകിച്ച് ക്നാനായ കത്തോലിക്ക സഭയ്ക്ക് വലിയ വോട്ട് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് കടുത്തുരുത്തി. ഏതാണ്ട് 60,000-ൽ പരം വോട്ടുകളെങ്കിലും ക്നാനായ സമുദായത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ സ്റ്റീഫൻ ജോർജ് ആയിരുന്നു കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി. സ്റ്റീഫൻ ജോർജ് അടക്കം ഈ തരത്തിൽ വോട്ടുകൾ നേടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് അതിന് മുൻപുള്ള കേരള കോൺഗ്രസ് എമ്മുകൾ ഒരുമിച്ചുള്ള സമയത്ത് ഏതാണ്ട്
40,000-ത്തിനടുത്ത് ഭൂരിപക്ഷം മോൻസ് ജോസഫിന് ലഭിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം അത് 4,000-ത്തിലേക്ക് ഒതുങ്ങിയിരുന്നു. പക്ഷേ LDF ട്രെൻഡിനിടയ്ക്കും മോൻസ് ജോസഫിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞു. അതൊരു UDF സ്വഭാവം കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അവിടെയാണ് റെജി ലൂക്കോസിനെ പോലെ അദ്ദേഹവും ക്നാനായ കത്തോലിക്ക സമുദായ അംഗമാണ്. ഇതേ കടുത്തുരുത്തി മണ്ഡലത്തിൽപ്പെട്ട ആളാണ്. ഈ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ കടുത്തുരുത്തി എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഉയർന്നു നിൽക്കുന്നത്. കഴിഞ്ഞ തവണ അവിടെ ലിജിൻലാൽ, BJPയുടെ ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ ആയിരുന്നു മത്സരിച്ചിരുന്നത്. ഇത്തവണ ഒരുപക്ഷെ ലിജിൻ ആയിരിക്കില്ല. ഇത്തരം സാമുദായിക ഇക്വേഷൻസ് പരീക്ഷിക്കണം എന്ന തന്ത്രം തന്നെയാണ് BJPക്കുള്ളത്. നമ്മൾ ഇന്നലെ വാർത്ത നൽകിയതുപോലെ പാലായിൽ ഷോൺ ജോർജും ഉൾപ്പെടെയുള്ളവരായിരിക്കും മത്സരിക്കുക. അങ്ങനെ ക്രൈസ്തവ സ്വാധീനമുള്ള മേഖലകളിൽ ആ സമുദായത്തിൽ നിന്നുള്ളവർക്ക് സീറ്റ് നൽകുക എന്നൊരു തന്ത്രമായിരിക്കും BJP പയറ്റുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെജി ലൂക്കോസിന്റെ BJP പ്രവേശനത്തോടെ ഇതിനുള്ള വാതിൽ കൂടി ഫലത്തിൽ തുറക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് കടുത്തുരുത്തി താരതമ്യേന BJPക്ക് ശക്തി കുറഞ്ഞ സ്ഥലം എന്ന് പറയുമ്പോഴും ഏതാണ്ട് 20,000-ത്തോളം വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന ഒരു മണ്ഡലമായി അത് മാറുന്നു. ഈ സഭാ വോട്ടുകൾക്ക് വളരെ സ്വാധീനമുള്ള സ്ഥലമാണ്. ഹൈന്ദവ വോട്ടുകൾക്കും സ്വാധീനമുണ്ട്. പക്ഷേ ഈ മറ്റ് രണ്ട് നേതാക്കളും, ഇപ്പോൾ സ്റ്റീഫൻ ജോർജ് ആണെങ്കിലും മുൻപ് അവിടെ MLA ആയിരുന്ന ആളാണ്. മോൻസ് ജോസഫ് വർഷങ്ങളായി MLA ആണ്. ഇവർക്ക് രണ്ടുപേർക്കും വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിനിടയിൽ റെജി ലൂക്കോസിനെ അവതരിപ്പിച്ചാൽ വളരെ കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയും. ഭാവിയിലെങ്കിലും അത് ഒരുപക്ഷെ BJPക്ക് വലിയ സ്വാധീനമുള്ള ജയിക്കാവുന്ന ഒരു മണ്ഡലമാക്കിയൊക്കെ മാറ്റിയെടുക്കുക എന്ന തന്ത്രമാണ് BJPയെ സംബന്ധിച്ചുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഏറ്റവും മുന്തിയ പരിഗണന റെജി ലൂക്കോസിന് അത് കടുത്തുരുത്തി തന്നെയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, ഈ വോട്ട് കണക്കുകളാണ് ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞത്. പലപ്പോഴും ഈ ടെലിവിഷൻ ചാനൽ ചർച്ചകളിലേക്കൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം ഏറ്റുമാനൂരാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. അവിടേക്ക് യൂണിറ്റ് അയക്കുമോ എന്നൊക്കെയാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഏറ്റുമാനൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റു സ്വദേശത്ത് നിന്ന് വന്ന് താമസിക്കുന്നതാണോ എന്നതിൽ വ്യക്തതയില്ല. എന്തു തന്നെയാണെങ്കിലും ഏറ്റുമാനൂരും BJP ഇതേ റെജി ലൂക്കോസിനെ മത്സരിപ്പിക്കുവാനുള്ള സാധ്യത, അതായത് കടുത്തുരുത്തി അല്ല എങ്കിൽ ഏറ്റുമാനൂരിലേക്കാണ്. ഞാൻ ആ ചിത്രം പിന്നീട് നൽകാം എന്ന് പ്രേക്ഷകരോട് പറഞ്ഞത്. ഏറ്റുമാനൂരും കടുത്തുരുത്തിയിലും വിജയം 2021 നോക്കുമ്പോൾ ഒരിടത്ത് UDF ആണ് വിജയിച്ചതെങ്കിൽ ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ സാഹചര്യം അതല്ല. ഏറ്റുമാനൂർ എന്നത് VN വാസവന്റെ മണ്ഡലം ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അദ്ദേഹം മന്ത്രിയാകുന്ന സാഹചര്യം 58,289 വോട്ടുകൾ നേടിക്കൊണ്ടാണ് VN വാസവൻ അവിടെ വിജയിച്ചത്. പ്രിൻസ് ലൂക്കോസ് ആയിരുന്നു അവിടെ UDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു പോയി. ഇപ്പോൾ പ്രിൻസ് ലൂക്കോസ് ജീവിച്ചിരിക്കുന്ന നേതാവല്ല. 53 വയസ്സിൽ അദ്ദേഹം മരണപ്പെടുന്നു. അദ്ദേഹം ഒരു തീർത്ഥാടന യാത്ര കഴിഞ്ഞ് വേളാങ്കണ്ണിയിൽ നിന്ന് എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്ന് തിരികെ എത്തുമ്പോൾ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു. ഒരു രാഷ്ട്രീയത്തിൽ 53 എന്നത് വലിയ പ്രായമൊന്നുമല്ല. ഒരു ചെറുപ്പക്കാരൻ എന്ന് ആ നിലയിൽ നമുക്ക് പറയാമായിരുന്നു. അതുകൊണ്ട് സ്ഥാനാർത്ഥി മാറും എന്നതിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ അവിടെ TN ഹരികുമാർ ആണ് സ്ഥാനാർത്ഥിയായി എത്താറുള്ളത്. 13,746 വോട്ടുകൾ ആണ് ഏറ്റുമാനൂരിലും. അതും കാര്യമായ മെച്ചപ്പെട്ട ഒരു പ്രകടനം അല്ല എന്ന് ഈ ചിത്രം നോക്കിയാൽ നമുക്ക്, NDയുടെ പ്രകടനം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് 2021 വോട്ട് കണക്ക് എങ്കിൽ അത് പിന്നീട് മാറുന്നു. അതായത് 2025 എത്തുമ്പോൾ ആ വോട്ട് കണക്കിൽ മാറ്റമുണ്ടാകുന്ന സാഹചര്യം ഉണ്ട്. അവിടെ UDFന്റെ ഒരു മേൽക്കൈ നമുക്ക് കാണാം. പക്ഷേ നമുക്കറിയാം അതും അത്ര വലിയൊരു മേൽക്കൈയിലേക്ക് പോയിട്ടില്ല. LDF വിജയിച്ച, പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VN വാസവൻ 58,000 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലത്തിൽ ആണ് UDF 1,331 വോട്ടിൻ്റെ മേൽക്കൈ നേടുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. അവിടെ വാസവന്റെ ഭൂരിപക്ഷം എന്നത് ഏതാണ്ട് 15,000-ത്തോളം വോട്ടുകളായിരുന്നുവെങ്കിൽ ആ 15,000-ത്തോളം വോട്ടുകൾ LDFന് നഷ്ടപ്പെട്ടു എന്ന് മാത്രവുമല്ല, അതിനു പുറമെ 1,300 വോട്ടുകൾ UDF അധികമായി പിടിക്കുന്നു. ഏതാണ്ട് 16,000-17,000 വോട്ടിൻ്റെ ഒരു മേൽക്കൈയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ UDFന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. LDFന്റെ പ്രകടനം എന്നത് 47,000-ത്തിലേക്ക് എത്തുന്നു. ഒപ്പം സൂചിപ്പിക്കുന്ന പോലെ, അതായത് നേരത്തെ സൂചിപ്പിച്ച കഴിഞ്ഞ, അതായത് റെജി ലൂക്കോസിനെ പരിഗണിക്കപ്പെടുന്ന 2 മണ്ഡലങ്ങളിൽ രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് എത്തുമ്പോഴും അവിടെ നില മെച്ചപ്പെടുത്താൻ NDAക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഈ ചിത്രത്തിൽ നിന്ന്, ഈ കണക്കിൽ നിന്ന് വ്യക്തമാകുന്ന സാഹചര്യം. 13,746 വോട്ടുകളിൽ നിന്ന് വോട്ട് നില 18,900-ത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അത് വലിയ ഒരു കുതിപ്പ് എന്നതല്ല. അവിടെയാണ്
ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഉള്ള ഈ ശ്രീജിത്ത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു പരിധിവരെയെങ്കിലും കുടുംബ ബന്ധങ്ങളും അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടി ഉള്ള പരിഗണനയും ഒക്കെ കടന്നു വരുമ്പോൾ ഏറ്റുമാനൂർ, അവിടെ ഏറ്റുമാനൂരാണോ ശ്രീജിത്തെ കുറച്ചുകൂടി ഒരു സാധ്യത കാണേണ്ടത് റെജി ലൂക്കോസിന്? നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കടുത്തുരുത്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഖ്യ പരിഗണനയിലുള്ളത്. ഏറ്റുമാനൂരിന്റെ ഒരു സാധ്യത വരുന്നത് മറ്റൊരു തരത്തിലാണ് അഭിലാഷ്. പ്രത്യേകിച്ച് ഇത്തവണ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കാൻ ചില നീക്കങ്ങൾ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. അത് പൂർണ്ണമായിട്ടില്ല. പ്രത്യേകിച്ച് നാട്ടകം സുരേഷ് അവിടെ മത്സരിക്കും എങ്കിൽ അവിടെ മറ്റൊരു രാഷ്ട്രീയ ചിത്രമായിരിക്കും ഉണ്ടാകുക. VN വാസവനും നാട്ടകം സുരേഷും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ മറ്റേ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ പരീക്ഷിക്കുക എന്ന തന്ത്രം, ആ ഒരു ഇക്വേഷന്റെ ഭാഗമായാണ് ഒരുപക്ഷെ റെജി ലൂക്കോസിനെ കടുത്തുരുത്തി അല്ലെങ്കിൽ ഏറ്റുമാനൂർ എന്ന ചിന്തയിലേക്ക് വരിക. മാത്രമല്ല ഏറ്റുമാനൂരിലും കാര്യമായി ക്നാനായ കത്തോലിക്ക സഭയ്ക്ക് വോട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. കടുത്തുരുത്തിയുടെ അത്രയും ഇല്ലെങ്കിൽ പോലും. പിന്നെ അഭിലാഷ്, BJPയുടെ ഏറ്റവും മികച്ച പ്രകടനം അവിടെ നടന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ല, അതിനു മുൻപ് BDJS 2016 മത്സരിച്ചപ്പോൾ SNDP നേതാവായിരുന്ന AG തങ്കപ്പൻ, അദ്ദേഹം ഏതാണ്ട് 30,000-ഓളം വോട്ട് പിടിച്ചു. അതാണ് BJPയുടെ ഏറ്റവും വലിയ ഒരു മികച്ച പോരാട്ടമായി ഏറ്റുമാനൂർ മാറിയത്. അവിടെയുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് രാഷ്ട്രീയ നാടകം കണ്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ അഭിലാഷ് പറയുന്ന കണക്കിന് ഒപ്പമുള്ള മറ്റൊരു പ്രധാനപ്പെട്ടത് ലതിക സുഭാഷ് കഴിഞ്ഞ തവണ അത്ര അവിടെ UDF വിമതയായി മത്സരിച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് 10,000 വോട്ടിനടുത്ത് അവർ പിടിക്കുകയും ചെയ്തു. അങ്ങനെ പ്രിൻസ് ലൂക്കോസ് തോറ്റെങ്കിൽ പോലും UDF വോട്ടുകളിലടക്കം ലതിക സുഭാഷ് നടത്തിയ ഒരു കടന്നുകയറ്റം കൂടി അവിടെ LDFന് അത്രയും സുരക്ഷിതമായൊരു മണ്ഡലമല്ല ഈ ഏറ്റുമാനൂർ എന്നത് തെളിയിക്കപ്പെടുന്നതായി മാറി. രണ്ടാമത് ഈ SNDP യോഗത്തിന്റെ വലിയ പിന്തുണ കഴിഞ്ഞ തവണ BDJS ആണ് ആദ്യം സീറ്റ് മണ്ഡലം കൊടുത്തെങ്കിലും പക്ഷേ ഒരു വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു തുടക്കത്തിൽ BDJS പ്രഖ്യാപിച്ചത്. അത് BDJSും ഒപ്പം തന്നെ VN വാസവനും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന പ്രതിഷേധം BJPക്കുള്ളിൽ ഉയരുന്നു. കാരണം വാസവൻ ജയിക്കേണ്ടതിന്റെ താല്പര്യം SNDP യോഗത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അന്ന് പ്രചരിച്ചിരുന്ന പുറത്തു വന്നിരുന്ന വിവരം. മാത്രവുമല്ല അതോടുകൂടി BJP പ്രതിഷേധിച്ചാണ് TN ഹരികുമാറിനെ ഏറ്റവും ഒടുവിലാണ് സ്ഥാനാർത്ഥിയായി TN ഹരികുമാറിനെ അവിടെ നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ വോട്ട് താഴേക്ക് പോയി എങ്കിൽ പോലും BDJS BJP ഫൈറ്റിനിടെയുണ്ടായ ഒരു രാഷ്ട്രീയം കൂടിയാണ് അവിടെ ഉയർന്നു വന്നത്. അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ നാടകീയമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ റെജി ലൂക്കോസിനെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാധ്യത ഇതാണ്. അത് ഈ മറ്റ് 2 പേർ ഈ ക്രൈസ്തവരല്ല എങ്കിൽ റെജി ലൂക്കോസിനെ അവിടെ കൂടി പരിഗണിക്കുക എന്ന തരത്തിൽ പോകുന്നത്. എന്തായാലും മുന്തിയ പരിഗണന കടുത്തുരുത്തി തന്നെയാണ് എന്നുള്ളതാണ് BJP വൃത്തങ്ങളിൽ നിന്ന് നേതൃത്വത്തിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത്തവണ ഒരു അതിശക്തമായ മത്സരം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ മന്ത്രി VN വാസവൻ അവിടെ നിന്ന് ജയിച്ചെങ്കിൽ പോലും ഇത്തവണ പല അട്ടിമറികളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, കുമരകം ഡിവിഷൻ CPMന്റെ ശക്തി കേന്ദ്രമാണ്. അത് PK വൈശാഖ് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണ് അവിടെ വിജയിച്ചത്. ഒരു വലിയ അട്ടിമറി അവിടെ ഉണ്ടായി. കൈമനം പഞ്ചായത്ത് ഇടതുമുന്നണിയുടെ ശക്തി ദുർഗമാണ്. അവിടെ അട്ടിമറിയിലൂടെ BJP അവിടെ ഭരണം പിടിക്കുന്നു. കുമരകം പഞ്ചായത്തിൽ BJP UDF ധാരണ എന്ന നിലയിൽ ഒരു സ്വതന്ത്രനെ അവിടെ ഭരണത്തിലെത്തിക്കുന്നു. അതായത് വർഷങ്ങൾ നീണ്ട ഇടത് ഭരണം അവിടെ അവസാനിക്കുന്നു. അങ്ങനെ ഇടതുപക്ഷത്തിനും അത്രയും സേഫ് അല്ലാത്തൊരു മണ്ഡലമായി ഏറ്റുമാനൂർ മാറുകയാണ്. അവിടെ ഒന്നുള്ളത് VN വാസവൻ കഴിഞ്ഞ കുറേ നാളുകളായി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതൊക്കെ വെച്ചുകൊണ്ട് വ്യക്തിപരമായ അദ്ദേഹം വോട്ടുകൾ സമാഹരിച്ച് ജയിക്കുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇങ്ങനെ ഏറ്റുമാനൂരിൽ മറിയുന്നുണ്ട്. ഇതുകൂടി BJP പരിഗണിക്കുന്നുണ്ട്. എന്തായാലും വളരെ കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മണ്ഡലമായി BJP ഏറ്റുമാനൂരിനെയും പരിഗണിക്കുന്നുണ്ട്. അവിടെയാണ് ഇത്തരം ആലോചനകൾ നടക്കുന്നത്. അഭിലാഷ്. യെസ്, റെജി ലൂക്കോസ് കഴിഞ്ഞ ദിവസമാണ് ഇടത് പാളയത്തിൽ നിന്ന് BJPയിലേക്ക് ഒറ്റച്ചാട്ടം, അങ്ങനെയാണ് സോഷ്യൽ മീഡിയ അടക്കം വളരെ കൃത്യമായും, അതായത് റെജി ലൂക്കോസ് തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രത്യേകിച്ച് CPMന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, കോൺഗ്രസിനും അതോടൊപ്പം തന്നെ BJPക്കുമെതിരെ നടത്തിയിട്ടുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾ, ദിവസങ്ങൾക്ക് മുമ്പ് വരെ അത്തരം പശ്ചാത്തലമൊക്കെ സോഷ്യൽ മീഡിയ ഇങ്ങനെ കുത്തിപ്പൊക്കുന്നുണ്ട് എങ്കിൽ പോലും BJPയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഒരാളെ ഇത്തരത്തിൽ പൊക്കാൻ സാധിച്ചു
എന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ റെജി ലൂക്കോസിന്റെ ഒരു സാധ്യത കൂടി BJP കാണുന്നുണ്ട് എന്നത് തന്നെയാണ്. അവിടെയാണ് ശ്രീജിത്ത് പറഞ്ഞ വിവരങ്ങൾ ഏറ്റവും നിർണായകമാകുന്നത്. ഒരുപക്ഷെ കടുത്തുരുത്തിയിൽ സാധ്യത കൂടുതൽ, എന്നാൽ ഏറ്റുമാനൂരിൽ ക്രൈസ്തവ ഇതര സ്ഥാനാർത്ഥികളാണ് ഇടതുപക്ഷത്തിൻ്റെതും വലതുപക്ഷത്തിൻ്റെതുമെങ്കിൽ BJP മറ്റൊരു ക്രൈസ്തവ സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കുമ്പോൾ അത് ഒരു ഒട്ടായി മാറാനുള്ള സാധ്യത, അങ്ങനെയൊക്കെയുള്ള കണക്ക് കൂട്ടലുകൾ ഇപ്പോൾ BJPക്കുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം.